ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കിന്നൊരു ഈസി ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി റെസിപ്പി നോക്കിയാലോ. പാനിൽ എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് വറുത്തെടുക്കാം കേട്ടോ. പിന്നെ സവാള നല്ല ബ്രൗൺ കളറാവുന്ന വരെ വറുത്തെടുക്കാം. കുക്കറിലേക്ക് ഒരു 3 ഗ്ലാസ് ചൂടുവെള്ളം, അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ്, ചെറുനാരങ്ങ നീര്, ഉപ്പ്, പിന്നെ ഒരു 1.5 ഗ്ലാസ് ബാസ്മതി റൈസാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഒരു 80% വേവാവുന്ന വരെ വേവിച്ചെടുക്കാം കേട്ടോ. 1/2 കിലോ ചിക്കനിലേക്ക് തൈര്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, വറുത്ത് വെച്ചേക്കുന്ന സവാള, മല്ലിയില, പുതിനയില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ കസൂരി മേത്തി, അത് ഓപ്ഷണലാണ് കേട്ടോ. പിന്നെ ഗരം മസാല, ചെറിയ ജീരകത്തിൻ്റെ പൊടി, ഉപ്പ് ഒക്കെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് നേരം ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം പാനിൽ എണ്ണ ചൂടാകുമ്പോൾ ഓരോ ചിക്കൻ്റെ പീസും ഇട്ട് വേവിച്ചെടുക്കാം. പിന്നെ ഇവിടെ ബിരിയാണിയിലേക്ക് കളറിന് വേണ്ടിയിട്ട് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കിയ സ്ലറിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വെന്ത് വന്ന ചിക്കനിൽ നിന്ന് കുറച്ച് മസാല മാറ്റി വയ്ക്കാം. ചിക്കനിൽ മുകളിലേക്ക് ചോറ് ലെയർ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് പാലിൻ്റെ സ്ലറി ഒഴിച്ചു കൊടുക്കാം. മാറ്റി വെച്ചേക്കുന്ന മസാല നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് വറുത്ത് വെച്ചേക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില, ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡ് വെച്ചിട്ട് 1/2 മണിക്കൂർ നേരം വേവിച്ചെടുക്കുക ചെറിയ തീയിൽ. പിന്നെ ബിരിയാണി റെഡിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക്. റെയ്ത്ത, പപ്പട, അച്ചാറൊക്കെ കൂട്ടി കഴിക്കാം. ഹോട്ടലിൽ നിന്ന് മേടിക്കുന്ന ബിരിയാണിയുടെ അതേ രുചി തന്നെയാണ്.